ഡിയേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഈ പറയുന്ന കുറച്ച് ലക്ഷണങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഡോക്ടറെ പോയി കാണണം കേട്ടോ. കാരണം അൺഹെൽത്തി വജൈനൽ കനാലിൻ്റെ ലക്ഷണത്തിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. ഏകദേശം 6 സിംറ്റംസ് നമുക്ക് ഈ സമയങ്ങളിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതിൽ 6 ഏതെങ്കിലും ഒന്ന് അൺയൂഷ്വൽ ആയിട്ടുള്ള രീതിക്ക് നിങ്ങൾക്ക് ശരീരത്തിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കെയർ ശരീരത്തിന് കൊടുക്കണം. അപ്പോൾ ഏറ്റവും ആദ്യം വജൈനൽ കനാൽ എന്താണെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. നമ്മുടെ വജൈനയും സെർവിക്സും അതുപോലെ നമ്മുടെ ഗർഭാശയ മുഖം ഉണ്ടല്ലോ, ഈ വൾവയും അതുപോലെ സെർവിക്സും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു മസ്കുലർ ട്യൂബാണ് ഈ വജൈനൽ കനാൽ എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഇമേജ് ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. ഈ വജൈനൽ കനാൽ ഹെൽത്തി ആണെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ പ്രഗ്നൻസി ഈസിലി കിട്ടുകയുള്ളൂ. കാരണം ഈ കനാലിൽ കൂടി ട്രാവൽ ചെയ്തിട്ട് വേണം സ്പേമിന് സെർവിക്സിനകത്തോട്ടും അതിൽ കൂടി കടന്നിട്ട് നമ്മുടെ ആ ഒരു ട്യൂബിനകത്തോട്ടും ഒക്കെ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് അൺഹെൽത്തി ആയിട്ടുള്ളതാണ് നമുക്ക് പോകുന്നതെങ്കിൽ അതിൻ്റെ മൂവ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു വജൈനയാണ് ഉണ്ടാകുന്നത്, വജൈനൽ കനാലാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നതെങ്കിൽ അതുമൂലം സ്പേമിൻ്റെ ട്രാവലിങ്ങിനെ അഫക്റ്റ് ചെയ്യുകയും തൽഫലമായിട്ട് പ്രഗ്നൻസി നഷ്ടമായി പോവുകയും ചെയ്യുന്നു. മെയിൻലി നമ്മുടെ റീപ്രൊഡക്ഷനും അതുപോലെ മെൻസ്ട്രേഷനും സെക്ഷൽ ഫംഗ്ഷനും ഒക്കെ നന്നായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഈ ഒരു വജൈനൽ കനാൽ എന്ന് പറയുന്നത്. ഇതിൽ കൂടെയാണ് ആ ഇന്റർകോഴ്സിന്റെ പ്രോസസ്സും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനകത്തുള്ള ഒരു സിറ്റുവേഷൻ അൺഹെൽത്തി ആണെങ്കിൽ അത് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. ഇത് അൺഹെൽത്തി ആണെങ്കിൽ നമുക്ക് ശരീരത്തിൽ നിന്ന് കുറച്ച് ലക്ഷണങ്ങളിലൂടെ തന്നെ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് ഏതൊക്കെയാണെന്ന് 1 by 1 ആയിട്ട് നോക്കാം. ഏറ്റവും ആദ്യത്തേതാണ് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് വളരെ ഡിസ്കംഫർട്ടും വേദനയും നമുക്ക് അനുഭവപ്പെടുന്നത്. ഒരുപാട് പേര് കമന്റ്സിൽ വന്ന് പറയുന്നുണ്ട്, ചേച്ചി കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കര ടയർഡ്നെസ് ഫീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒട്ടും പെയിൻഫുൾ ആണ്, ഒട്ടും എൻജോയബിൾ ആകുന്ന ഒരു പ്രോസസ്സ് അല്ല അതെന്ന് പറയുന്നുണ്ട്. മെയിൻലി നമുക്ക് കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ഡിസ്കംഫർട്ട് ഉണ്ടാകുന്നത് വജൈനൽ ഡ്രൈനെസ് ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ അത് സംഭവിക്കാം. അതുപോലെ തന്നെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിലല്ല സ്ത്രീകൾ ഇരിക്കുന്നതെങ്കിൽ ആ ഒരു കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു മൈൻഡ് സെറ്റ് മാറുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ബോഡിയിൽ ഒരുപാട് ഡിസ്കംഫർട്ട് വരികയും പ്രഗ്നൻസി അല്ല കോണ്ടാക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സ് കുറച്ച് ബുദ്ധിമുട്ട് ഉള്ളതായിട്ട് മാറുകയും ചെയ്യുന്നു. എന്നാൽ നേരെ മറിച്ച് ഇത് അങ്ങനെ ഒന്നുമില്ലാത്ത സിറ്റുവേഷനിലും നിങ്ങൾക്ക് ഡിഫിക്കൽട്ടീസ് ഉണ്ട്, കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് പെയിൻഫുൾ ആണ് ആ ഒരു പ്രൊസീജിയർ എങ്കിൽ ഒന്ന് ഡോക്ടറെ പോയി കാണണം കേട്ടോ. അൺഹെൽത്തി വജൈനൽ കനാലാണ് ഇതിൽ ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നതിനുള്ള വൺ ഓഫ് ദ റീസൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതലും വജൈനൽ ഡ്രൈനെസ് കണ്ടിന്യൂസ് ആയിട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള കുറച്ച് ദിവസമോ അല്ലെങ്കിൽ ഇംപ്ലാന്റേഷൻ ഉണ്ടാകുന്നതിന് കുറച്ച് ദിവസമൊന്നും അല്ല, കണ്ടിന്യൂസ് ആയിട്ട് വജൈനൽ ഡ്രൈനെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ഒരുപാട് ദിവസങ്ങൾ ആ ഒരു ഡ്രൈനെസ് നിങ്ങൾക്ക് ലാസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഈ ഒരു അൺഹെൽത്തി വജൈനൽ കനാലിന്റെ ബുദ്ധിമുട്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്തൊരു ബുദ്ധിമുട്ടാണ് അബ്നോർമൽ ആയിട്ട് നമുക്ക് ബ്ലീഡിംഗ് ഉണ്ടാവുന്നത്. നോർമൽ ബ്ലീഡിംഗ് നമുക്കറിയാം 21 to 35 ഡേയ്സിനകത്ത് കൃത്യമായിട്ട് മാത്രം മെൻസ്ട്രേഷൻ നമുക്ക് ഒരു തവണ ഉണ്ടാവുന്നത്. ഇതിനുശേഷം ചില ആളുകൾക്ക് ഓവുലേഷൻ്റെതായിട്ടുള്ള സ്പോട്ടിങ്ങോ ബ്ലീഡിങ്ങോ ഒക്കെ അനുഭവപ്പെടാം. പക്ഷേ അബ്നോർമൽ ആയിട്ടുള്ള ബ്ലീഡിംഗ് എന്ന് പറയുന്നത് ഏത് സമയത്ത് ബ്ലീഡിംഗ് വരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത സിറ്റുവേഷൻ, ഹെവി ആയിട്ടുള്ള ഫ്ലോ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ അബ്നോർമൽ ആയിട്ടുള്ള വജൈനൽ ബ്ലീഡിംഗ് ഉണ്ടാകാനായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട് കേട്ടോ. അത് മെയിൻലി ഉണ്ടാകുന്നതിൻ്റെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് നമുക്ക് സെർവിക്സിൽ എന്തെങ്കിലും പൊളിപ്പ് പോലുള്ള കണ്ടീഷൻസ് ഉണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോൾ അങ്ങനെയും അബ്നോർമൽ ആയിട്ട് ബ്ലീഡിംഗ് നിങ്ങൾക്ക് പോകുന്നുണ്ടെങ്കിൽ പീരിയഡ്സ് ആയിരിക്കും പോയത്, അല്ലെങ്കിൽ കുറച്ച് ദിവസമല്ലേ ഉണ്ടാവുന്നുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു ഡിസ്കംഫർട്ട് നിങ്ങൾ ടോളറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡോക്ടറെ കണ്ടിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ചെക്കപ്പ് നിങ്ങൾ നടത്തണം കേട്ടോ. അടുത്തൊരു ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് പെൽവിക്കിൽ ഡിസ്കംഫർട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകുന്ന സിറ്റുവേഷൻസ് കേട്ടോ. പെൽവിക്കിന്റെ ഭാഗത്ത്, ഇടുപ്പിന്റെ ഭാഗത്ത് നിങ്ങൾക്ക് വേദന ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അത് കണ്ടിന്യൂസ് ആയിട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഇൻഫെർട്ടിലിറ്റി ആകുന്നതിനോ അതുപോലെ എൻഡോമെട്രിയോസിസ്, സിസ്റ്റ്, ഫൈബ്രോയിഡ്, മറ്റുള്ള ഇൻഫെക്ഷൻസ്, ഈ വജൈനൽ ഇൻഫെക്ഷൻസ് പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാകാനായിട്ടും അങ്ങനെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഇടുപ്പിന്റെ ഭാഗത്ത് എപ്പോഴും നമുക്ക് നോർമലി വേദന വരുന്നത് പീരിയഡ്സ് ആകുന്നതിന് കുറച്ച് ദിവസം മുൻപോ അല്ലെങ്കിൽ പീരിയഡ്സ് വരുന്ന ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയത്തൊക്കെ ആയിരിക്കും നോർമലി നമുക്ക് ഇടുപ്പിൻ്റെ ഭാഗത്ത് വേദന അനുഭവപ്പെടുന്നത്. അതുപോലെ അടിവയറിൻ്റെ ആ ഒരു അറ്റ ഭാഗത്തൊക്കെ നമുക്ക് വേദന അനുഭവപ്പെടുന്നത് ഏകദേശം ആ ഒരു സമയത്തായിരിക്കും. എന്നാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് റെഡ്നെസ്, ഇച്ചിങ്, ഇറിറ്റേഷൻ എന്തെങ്കിലും കാര്യങ്ങൾ വജൈനയിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഇൻഫെക്ഷൻ നിങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അക്കാര്യം കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഈസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന സമയത്തും ആ ഒരു ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാകാം. അതുപോലെ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന എന്തെങ്കിലും
സോപ്പ് ഉപയോഗിച്ചിട്ട് ഇന്നേഴ്സ് ക്ലീൻ ചെയ്യുന്നത്. അത് ഒരുപാട് കെമിക്കൽ അടങ്ങിയിട്ടുള്ള സോപ്പ് പൊടിയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാം. അതുപോലെ ഒരുപാട് സോപ്പ് പതപ്പിച്ചിട്ട് അവിടെ ക്ലീൻ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. ഡിറ്റർജൻറ്റിൽ നിന്നും ഇറിറ്റേഷൻ ഉണ്ടാകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകും കേട്ടോ. അങ്ങനെ ഉണ്ടാകുന്നുണ്ടോ എന്ന് നോക്കുക. അടുത്തതായിട്ട് ഉണ്ടാകുന്ന ഒരു ഡിസ്കംഫേർട്ടാണ് ഫൗൾ സ്മെല്ല് അനുഭവപ്പെടുന്നത്. വജൈനൽ ഡിസ്ചാർജിന് കൂടുതലായിട്ടും ഫൗൾ സ്മെല്ല് അങ്ങനെ ഉണ്ടാവാറില്ല. സ്മെല്ല് ഉണ്ടാകുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈൽഡ് ആയിട്ടുള്ള ഒരു സ്മെല്ല് ആ ഒരു സമയത്ത് ഉണ്ടാകാം. പക്ഷേ ഇത് ഒരുപാട് ഫൗൾ സ്മെല്ല്, ചിലരൊക്കെ പറയുന്നുണ്ട് ചേച്ചി ഒണിയൻ, നമ്മുടെ ഉള്ളി ചീഞ്ഞത് പോലുള്ള മണം വരുന്നുണ്ട്, അല്ലെങ്കിൽ ഫിഷി സ്മെല്ല് ഉണ്ടാകുന്നുണ്ട് ആ ഒരു ഡിസ്ചാർജിൽ നിന്നൊക്കെ പറയുമ്പോഴേക്കും അത് അൺഹെൽത്തി ആയിട്ടുള്ള ഒരു വജൈനയുടെ ഒരു സിംറ്റമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള തരത്തിലുള്ള ഡിസ്ചാർജ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യാതെ തന്നെ ഡോക്ടറെ കാണാനായിട്ട് പോകണം കേട്ടോ. നിങ്ങൾക്കിപ്പോൾ വജൈനൽ ഡിസ്ചാർജ് കയ്യിലെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഡിസ്ചാർജ് സ്മെല്ല് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ, നമ്മൾ മൂക്കിൻ്റെ അറ്റം വരെ മണത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മണം കിട്ടും എന്നല്ലാതെ ഫൗൾ സ്മെല്ലൊന്നും നോർമലി ഉണ്ടാവുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു വജൈനൽ ഡിസ്ചാർജിന് ഉണ്ടാവില്ല കേട്ടോ. അപ്പം അങ്ങനെ ഒരു ഡിസ്കംഫർട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്തൊരു ഫാക്ടർ എന്ന് പറയുന്നത് അൺയൂഷ്വൽ ആയിട്ടുള്ള വജൈനൽ ഡിസ്ചാർജ് ഉണ്ടാകുന്നതാണ്. നോർമലി ഉണ്ടാകുന്ന വജൈനൽ ഡിസ്ചാർജ് ചിലപ്പോൾ കുറച്ച് തിക്ക് ആയിട്ടുള്ളതോ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളതോ കുറച്ച് സ്റ്റിക്കി ആയിട്ടുള്ളതോ ഒക്കെ ആയിട്ടുള്ള വജൈനൽ ഡിസ്ചാർജാണ് നോർമലി ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്നത്. പക്ഷേ അൺയൂഷ്വൽ ആയിട്ടുള്ള വജൈനൽ ഡിസ്ചാർജ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര യെല്ലോയിഷ് ആയിട്ടുള്ള കളർ, നമുക്ക് തിരിച്ചറിയാം ഇത് യെല്ലോ കളർ തന്നെയാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന രീതിക്ക് ഡിസ്ചാർജ് പോകുന്നത്. അതുപോലെ ഗ്രേ കളറിലെ ടെക്സ്ചറിൽ ഡിസ്ചാർജ്, അതുപോലെ ഗ്രീൻ കളറിലും ഡിസ്ചാർജ് പോകുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഡിസ്ചാർജ് ഒക്കെ ഹെൽത്തി ആയിട്ടുള്ളൊരു വജൈനൽ ഡിസ്ചാർജ് അല്ല. ആ സിറ്റുവേഷൻസ് ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്ക് വജൈനയിൽ ഒരുപാട് ഇറിറ്റേഷൻസ് ഫീൽ ചെയ്യാം, ഫൗൾ സ്മെൽ ഉണ്ടാകാം, ഇച്ചിങ്, ബേണിംഗ് സെൻസേഷൻ പോലെയൊക്കെ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഈ ഇച്ചിങ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കുറുക്ക് വഴിയൊക്കെ ചെയ്തിട്ട് ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ടോ അല്ലെങ്കിൽ കുറച്ച് നേരം ഒന്ന് റിലാക്സ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് നല്ലോണമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അങ്ങനെയൊന്നും നമുക്കിത് പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് പറ്റില്ല കേട്ടോ. നമ്മൾ ഉള്ളിൽ മെഡിസിൻ എടുത്തു കഴിഞ്ഞാലും അതുപോലെ ഇൻറ്റിമേറ്റ് ഹൈജീൻ പ്രൊഡക്ട്സ് കുറച്ച് നാൾക്കെങ്കിലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു ഡിസ്കംഫർട്ടൊക്കെ നമുക്ക് മാറി കിട്ടുള്ളൂ കേട്ടോ. ആ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഫിസിക്കൽ കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വജൈനയുടെ അകത്തേക്ക് എത്തിക്കഴിഞ്ഞിട്ടുള്ള സ്പോം സെൽസിന് അവിടെ നിൽക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ടാകുന്നു. കാരണം അൺഹെൽത്തി ആയിട്ടുള്ള വജൈന മാറുമ്പോഴേക്കും അതിൻ്റെ pH ബാലൻസിലും വ്യത്യാസം വരാം. ഇത് നമ്മുടെ ശരീരത്തിൽ ഒരു ആസിഡിക് ആയിട്ടുള്ള എൻവയോൺമെന്റ് ഉണ്ടാക്കുകയും സ്പോമിന് സർവൈവ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ നെഗ്ലക്ട് ചെയ്ത് കളയുന്ന ഈ ഫാക്ടേഴ്സ് ഒക്കെ കൊണ്ടിട്ട് നിങ്ങൾക്ക് പ്രഗ്നന്റ് ആകാനായിട്ടും ഡിഫിക്കൽട്ടീസ് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത്ര സിറ്റുവേഷൻസ് കൂടി നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് നോക്കുക. ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നമ്മൾ കൺസൾട്ട് ചെയ്യേണ്ടത് ഡോക്ടറെയാണ്. ഡോക്ടറെ കണ്ടു കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് വീട്ടിൽ എന്തെങ്കിലും ഹോം റെമഡീസോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരാനായിട്ടൊക്കെ സാധിക്കുള്ളൂ. അതിൽ ഏറ്റവും ആദ്യത്തേതാണ് ധാരാളം വെള്ളം കുടിക്കാനായിട്ട് നിങ്ങൾ നോക്കുക. രണ്ടാമത്തേത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഇന്നേഴ്സ് നല്ല ടൈറ്റ് ആയിട്ടുള്ളതൊന്നും യൂസ് ചെയ്യാതെ നമുക്ക് ഏറെ പാസ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള നമ്മുടെ കറക്റ്റ് സൈസിനനുസരിച്ചിട്ടുള്ളതായിട്ടുള്ള ഇന്നേഴ്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അത് കോട്ടൺ ആയിട്ടുള്ള ബ്രീത്തബിൾ ഫാബ്രിക്കിൻ്റെ ഇന്നേഴ്സ് യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഒരുപാട് ഡിറ്റർജൻ്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഇന്നേഴ്സ് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ മൈൽഡ് ആയിട്ടുള്ളൊരു സോപ്പ് ഉപയോഗിച്ചിട്ട്, കാരണം ഇപ്പോൾ ഒരുപാട് വില കുറച്ചിട്ട് സോപ്പ് പൊടിയൊക്കെ കിട്ടുന്നുണ്ടല്ലോ. ആ സോപ്പ് പൊടിയിലൊക്കെ ചിലപ്പോൾ ഭയങ്കര കെമിക്കൽ എഫക്റ്റ് കൂടുതലായിരിക്കും. അതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഒരു ദിവസത്തിൽ 2 തവണ വീതം നിങ്ങൾ ഇന്നേഴ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കഴുകി എടുക്കുന്ന ഇന്നേഴ്സ് എപ്പോഴും സൂര്യപ്രകാശത്തിലിട്ട് തന്നെ ഉണക്കാനായിട്ട് നോക്കുക. നമ്മൾ വേറെ എവിടെയെങ്കിലുമൊക്കെ തണലുള്ള സ്ഥലത്ത് കൂടുതലും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മൾ കൂടുതലായിട്ട് സൂര്യപ്രകാശത്തിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ബാക്ടീരിയാസ് ശരീരത്തിലുണ്ടെങ്കിൽ ആ ക്ലോത്തിലുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് നശിച്ചു പോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മൾ ക്ലീൻ ചെയ്യുന്നതിന് മുൻപായിട്ട് ചെറു ചൂടുവെള്ളത്തിലിട്ട് നനച്ചു വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ ഡോക്ടറെ കാണാനായിട്ട് നോക്കുക. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും.
അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.